അരിത്തമെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര എന്ന് പറയുന്ന ഇതിൽ നമ്മൾ ഇനി പഠിക്കാൻ പോകുന്നത് സമ്മിലുള്ള ഇക്വേഷനാണ്. സമ്മിലുള്ള 1-2 ഇക്വേഷൻസ് പഠിക്കണം. ഒന്നാമത്തെ ഇക്വേഷൻ ഇതാണ്: സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സ്. ആദ്യത്തെ n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ n നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മിനുള്ള ഇക്വേഷനാണ് n ഇൻറ്റു n പ്ലസ് 1/2. ടെക്സ്റ്റിലുള്ളതാണ് ഈ ഇക്വേഷൻ പഠിക്കണം. n എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ട്, എത്ര നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് വേണ്ടത്, അതാണ് n. ഓക്കെ, അടുത്ത രണ്ടാമത് ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മിനുള്ള ഇക്വേഷനാണ്. സം ഓഫ് ഫസ്റ്റ് n ടേംസ്, ദറ്റ് ഈസ് എസ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യും. അതായത് ഫസ്റ്റ് n ടേംസിനുള്ള സമ്മാണ് എസ് എൻ എന്ന് പറയുന്നത്. അതിനുള്ള ഇക്വേഷൻ ഇതാണ്: n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമുമാണ് തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം എന്നുള്ള ഇക്വേഷനിൽ ചെയ്യണം. അപ്പോൾ നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൽ നമുക്ക് n കണ്ടുപിടിക്കാനായിട്ട് അറിയാം. n എന്ന് പറയുന്നത് ഇപ്പോൾ 1 തൊട്ട് 50 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ n എന്ന് പറയുന്നത് അവിടെ എത്ര നാച്ചുറൽ നമ്പേഴ്സ് ആയിരിക്കും? n എന്ന് പറയുന്നത് 50 ആയിരിക്കും. എന്നാൽ വേറൊരു സീക്വൻസ് തന്നിട്ട് അതിലെ n കണ്ടുപിടിക്കാൻ നമുക്ക് അറിയത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചാൽ n കണ്ടുപിടിക്കാനുള്ള വേറൊരു ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം. n എന്ന് പറഞ്ഞാൽ n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനാണ് n ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. ഇതാണ് n കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഏത് സീക്വൻസിലാണെങ്കിലും നമുക്കിത് അപ്ലൈ ചെയ്യാം. ഈ ഇക്വേഷൻ പഠിച്ചു വെച്ചിരിക്കണം: ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. ഈ ഇക്വേഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് നമ്മൾ ഇനി അടുത്ത വേറൊരു സമ്മിന് വേറൊരു ഇക്വേഷൻ ഉണ്ട്, അത് വെച്ചിട്ടാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. എന്തായാലും നമുക്കത് വേണ്ട. ഈ ഇക്വേഷൻ, ഈ തന്നിരിക്കുന്ന ഇക്വേഷൻ ഒരു 4 ഇക്വേഷൻ വരും, അത് പഠിക്കാം. ഇനി സമ്മ് കണ്ടുപിടിക്കാനുള്ള മൂന്നാമത്തെ ഇക്വേഷനാണ് അടുത്തത്: സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഇപ്പോൾ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിരുന്ന സമ്മിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചു: n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. എന്നാൽ ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട്, ലാസ്റ്റ് ടേം തന്നിട്ടില്ല. പകരം നിങ്ങൾക്ക് കോമൺ ഡിഫറൻസ് ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഇക്വേഷനിൽ വേണം ചെയ്യാൻ: n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ, അപ്പോൾ നമ്മൾ 4 ഇക്വേഷൻ പറഞ്ഞു. ഏതൊക്കെയാണത് നമുക്കൊന്ന് നോക്കാം. സമ്മിലുള്ള ഒന്നാമത്തെ ഇക്വേഷൻ നാച്ചുറൽ നമ്പേഴ്സ് ആണെങ്കിൽ, സം ഓഫ് ഫസ്റ്റ് n നാച്ചുറൽ നമ്പേഴ്സിനാണെന്നുണ്ടെങ്കിൽ n/2 ഇൻറ്റു n പ്ലസ് 1/2. ഇനി സം ഓഫ് ഫസ്റ്റ് n ടേംസ് എന്തൊക്കെ തന്നിരുന്നാൽ, ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിരുന്നാൽ എന്ത് ചെയ്യും? Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. ഇനി n നമുക്ക് അറിയത്തില്ല. ഇങ്ങനെയുള്ള കേസിൽ n അറിയത്തില്ല, n തന്നിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? n ഇസ് ഈക്വൽ ടു ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം ബൈ d പ്ലസ് 1. ഓക്കെ, അടുത്തത് സം ഓഫ് ഫസ്റ്റ് n ടേംസ്. ഇനി ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടില്ല, പകരം എന്തൊക്കെ തന്നിട്ടുണ്ട്? എഫും ഡിയും ആണ് തന്നിരിക്കുന്നതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? Sn ഇസ് ഈക്വൽ ടു n/2 ഇൻറ്റു 2f പ്ലസ് n-1 ഇൻറ്റു d. ഓക്കെ ആണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് എല്ലാത്തിൻ്റെയും ഒരു എക്സാമ്പിളൂടെ ചെയ്തിട്ട് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഓക്കെ, നമ്മളെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സ്പെഷ്യൽ ഇക്വേഷൻ ഉണ്ട് അല്ലേ? ഞാൻ പറയുകയാണ്, ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം. ഫസ്റ്റ് 30 നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n ഇസ് ഈക്വൽ ടു 30 ആണ് അല്ലേ? ഓക്കെ, 1 തൊട്ട് ഏതുവരെ? 1, 2, 3 എക്സെട്ര അപ് ടു 30 വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സം കണ്ടുപിടിക്കണം. എന്തായിരുന്നു നമ്മുടെ ഇക്വേഷൻ? Sn ഇസ് ഈക്വൽ ടു n ഇൻറ്റു n പ്ലസ് 1/2. 1 മാർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഓക്കെ, n ഇൻറ്റു n പ്ലസ് 1/2 സിമ്പിൾ ഇക്വേഷൻ ആയതുകൊണ്ട് അങ്ങനെ ചോദിക്കാം. n ഇൻറ്റു n പ്ലസ് 1/2. n എത്രയാണ്? 30 ആണ്. 30 ഇൻറ്റു n പ്ലസ് 1 എന്ന് പറഞ്ഞാൽ 30 പ്ലസ് 1 അല്ലേ? അതുകൊണ്ട് എഴുതാം. ആ സ്റ്റെപ്പ് കൂടെ എഴുതി പോവാം ആദ്യം ആയതുകൊണ്ട്. 30 പ്ലസ് 1/2 ഈക്വൽ ടു 30 ഇൻറ്റു 30 പ്ലസ് 1 എത്രയാണ്? 31 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടി.
ഈക്വൽ ടു 30 × 31 എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാം. 30യെയും 2നെയും കൂടെ ക്യാൻസൽ ചെയ്യാം. 15 × 31 എന്ന് കിട്ടും. 15 × 31 എങ്ങനെയാണ് നമുക്ക് ഇൻറ്റു ചെയ്ത് നോക്കാം. 15 × 31 എത്ര കിട്ടും? 1 × 5 5 ആണ്, 1 ആണ്. 5 × 3 15 6 1 3 + 1 4 എന്ന് കിട്ടി. 465 എന്ന് കിട്ടും. ഓക്കെ, 465 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് 4 6 അടുത്തത് 4 8 12 എക്സെട്ര എന്ന് പറയുന്ന സീക്വൻസിലെ ഫസ്റ്റ് 20 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മ് കണ്ടുപിടിക്കാം. ഫസ്റ്റ് 20 നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ n = 20 ആണ്. അപ്പം നമ്മൾ ഏത് ഇക്വേഷനിൽ കൊടുക്കും? നമുക്കിവിടെ ഫസ്റ്റ് ടേം അറിയോ? എഫ് അറിയാം. എത്രയാണ്? 4 ആണ്. ലാസ്റ്റ് ടേം അറിയാമോ? ഇല്ല. പകരം എന്താ തന്നിരിക്കുന്നത്? ഫസ്റ്റ് 20 നമ്പേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഏത് ഇക്വേഷനിൽ കൊടുക്കുമെന്ന് ചോദിച്ചാൽ ഇതാണ് ഇക്വേഷൻ. Sn = n/2 × 2f പ്ലസ് രണ്ടാമത് നമ്മൾ പഠിച്ച ഇക്വേഷൻ 2f + n - 1 × d അല്ലേ? n/2 × 2f + n - 1 × d. എഫ് അറിയാം, എഴുതി. ഡി അറിയാമല്ലോ. ഡി എത്രയാണ്? d = 8 - 4 എന്ന് കിട്ടി. 4 അല്ലേ? ഇനി ഫസ്റ്റ് 20 നമ്പേഴ്സ് അല്ലേ? അപ്പോൾ n/2 എന്ന് പറയുമ്പോൾ 20/2 × 2f. 2 × f എത്രയാണ്? 4 ആണ്. പ്ലസ് n - 1 × d, ദാറ്റ് ഈസ് 20 - 1 × d എത്രയാണ്? 4 ഈക്വൽ ടു 20/2 10 എന്ന് കിട്ടി. 2 × 4 എത്രയാണ്? 8 ആണ്. 8 പ്ലസ് 20 - 1 19 ആണ്. 19 × 4 എന്ന് കിട്ടി. 19 × 4 എന്ന് കിട്ടി. 19 × 4 എത്രയാണ്? ചെയ്ത് നോക്കാം. 19 × 4 36 വരും. 76 എന്ന് കിട്ടി. 10 × 8 പ്ലസ് 76. 76ൻ്റെ കൂടെ എന്ത് ചെയ്യണം? 8 ആഡ് ചെയ്യണം അല്ലേ? 76ൻ്റെ കൂടെ 8 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? 10 അതുപോലെ എഴുതി. 8 + 76 84 എന്നാവും. 10 × 84 ദാറ്റ് ഈസ് 840. ഓക്കെ അല്ലേ? 840 എന്ന് കിട്ടി. ഓക്കെ, ഇത് ലാസ്റ്റ് ടേം തരാതെ എഫും ഡിയും അറിയാമെന്നുണ്ടെങ്കിൽ ചെയ്യാനുള്ള ഇക്വേഷൻ. ഇനി നമ്മൾ വേറൊരു ഇക്വേഷനോട് പഠിച്ചു. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും തന്നിട്ടുണ്ടെങ്കിൽ സമം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ പഠിച്ചില്ലേ? അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യനോടെ ചെയ്യാമല്ലോ. അതുകൂടെ ചെയ്യാം. ഇപ്പം ഞാൻ പറയാണ്, നമ്മുടെ സീക്വൻസ് സെയിം അത് തന്നെ എടുക്കാം. സീക്വൻസ് ഇതാണ് 4 8 12 എക്സെട്ര. ഇതിൽ ഞാൻ പറയുകയാണ് ഫസ്റ്റ് ടേം 4 ആണ്. ലാസ്റ്റ് ടേം ഇതിൽ എവിടെയെങ്കിലും ഒരു ലാസ്റ്റ് ടേമായിട്ട് 40 ഉണ്ടാവൂലേ? ഓക്കെ, ഇതിൻ്റെ സമ്മ് കണ്ടുപിടിക്കണം. അപ്പം നമുക്ക് എന്തറിയാം? ഫസ്റ്റ് ടേം അറിയാം, കോമൺ ഡിഫറൻസ് അറിയാം, ലാസ്റ്റ് ടേം അറിയാം. പക്ഷേ എത്ര നമ്പേഴ്സാണ്? ഇപ്പം 40 എന്ന് പറയുന്നത് എത്രാമത്തെ നമ്പറാണ് നമുക്കറിയില്ല. അങ്ങനെ വരുന്ന കേസിൽ നമ്മൾ n കണ്ടുപിടിക്കണം സെപ്പറേറ്റ്. ഇവിടെ നമുക്കറിയാം 10 ആണെന്നറിയാം. കാര്യം നമുക്ക് 4ൻ്റെ ടേബിൾ ആയതുകൊണ്ട് നമുക്കറിയാം. ഇപ്പോൾ 10th ടേമാണ് 40 എന്നറിയാം. അപ്പോൾ നമുക്ക് അറിഞ്ഞുകൂടാത്തൊരു കേസിലാണെങ്കിൽ എന്ത് ചെയ്യും? അപ്പം നമ്മളിവിടെ n കണ്ടുപിടിക്കാനൊരു ഇക്വേഷൻ പഠിച്ചില്ലേ? n = ലാസ്റ്റ് ടേം മൈനസ് ഫസ്റ്റ് ടേം / d + 1 ഈക്വൽ ടു ലാസ്റ്റ് ടേം 40 ആണ്. 40 മൈനസ് ഫസ്റ്റ് ടേം 4 ആണ്. ബൈ d എത്രയാണ്? ഇവിടെ d എത്രയാണ്? 4 ആണ്. പ്ലസ് 1 ഈക്വൽ ടു 40 - 4 36 എന്ന് കിട്ടും. ബൈ 4 പ്ലസ് 1 എന്ന് കിട്ടി. 36/4 9 ആണ്. 9 + 1 എന്ന് കിട്ടും. ദാറ്റ് ഈസ് 10. കിട്ടിയില്ലേ? ഇനി നമുക്ക് ഡയറക്റ്റ് ഇക്വേഷനിൽ പോകാം. Sn = എന്തായിരുന്നു ഇക്വേഷൻ? n/2 × ബ്രാക്കറ്റിനുള്ളിൽ എന്തായിരുന്നു? ഫസ്റ്റ് ടേം പ്ലസ് ലാസ്റ്റ് ടേം. നിങ്ങൾ എഴുതുമ്പോൾ എഫും എല്ലാം എഴുതരുത്. ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേം തന്നെ എഴുതി പോകണം. പിന്നീടൊക്കെ കൺഫ്യൂഷൻ ആവും. n/2 n മീൻസ് 10. 10/2 × ഫസ്റ്റ് ടേം എത്രയാണ്? 4 ആണ്. ലാസ്റ്റ് ടേം എത്രയാണ്? 40 ആണ്. ഈക്വൽ ടു 10/2 5 5 × 4 + 40 ദാറ്റ് ഈസ് 44. എത്ര കിട്ടും? 44 × 5 220 എന്ന് കിട്ടും. ഓക്കെ,